Hello and welcome to Language Monk and his Random Thoughts. നമുക്ക് മലയാളത്തിലൂടെ ഇംഗ്ലീഷ് പഠിക്കുന്ന ആ സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ് ഇത്. നമുക്ക് ആദ്യത്തെ 3 എപ്പിസോഡിൽ 3 വിധത്തിലുള്ള ടെൻസിൽ 2 തരം പ്രയോഗങ്ങൾ ഐ, ഹി, ഷി, യു. അതായത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ ഐ, സെക്കൻഡ് പേഴ്സൺ യു, തേർഡ് പേഴ്സൺ ഹി, ഷി, ഇറ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല, ഇറ്റും ഉണ്ട് അതിൽ. ഐ എന്നുള്ളത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും വരും. ഐ ആം എന്നുള്ളത് പ്രത്യേകം. ഐ വാസ് എന്നുള്ളത് സിംഗുലർ. ഐ ലൈക്ക്, ഐ പ്ലേ എന്നുള്ളിടത്ത് പ്ലൂറലായിട്ടും ഐ വരും. യു എന്നുള്ളത് പ്ലൂറലായിട്ടാണ് വരിക. ഒരാളായാലും രണ്ടാളായാലും എത്ര ആൾക്കാരായാലും താഴെയുള്ള ആളായാലും വളരെ ഉയർന്ന ആളായാലും ഒരു മഹാപുരുഷനായാലും കള്ളനായാലും എല്ലാം യു ഒറ്റ വാക്കാണ്. ഹി, ഷി അതേപോലെ അദ്ദേഹം, അവൻ, അങ്ങേര്, അയാൾ, ഇതിനൊക്കെ ഹി. അതേമാതിരി ഷി, എല്ലാറ്റിനും ഷി എന്നാണ് പറയുക. ഇന്ന് നമുക്ക് ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ എടുക്കാം. അതായത് ഐ എന്നുള്ളത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണെങ്കിലും ചില സന്ദർഭങ്ങളിൽ അത് പ്ലൂറൽ മാതിരി വരും. കാരണം ഐ ലൈക്ക്, ഐ പ്ലേ അതിൽ പ്ലൂറലായിട്ട് വരും. വി എന്നുള്ളത് എപ്പോഴും പ്ലൂറലാണ്. അപ്പോൾ വി എന്നുള്ള പദം ഉപയോഗിച്ച് നമുക്ക് ഈ 6 വിധത്തിലുള്ള ടെൻസസ് ചെയ്യാം. പക്ഷെ അതിനു മുൻപ് ഞാനൊരു കാര്യം ആലോചിക്കുകയായിരുന്നു. ഇംഗ്ലീഷിൽ പല വിധത്തിലുള്ള ഫ്രേസസ് വരും, പദപ്രയോഗങ്ങൾ. നമുക്കിപ്പോൾ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്, ഇങ്ങനെ പല വിധത്തിലുള്ള ഇംഗ്ലീഷിലുള്ള ഉപയോഗങ്ങൾ വരും. അപ്പോൾ ഞാൻ ഓരോ എപ്പിസോഡിലും ഒരു ഉപയോഗം പറഞ്ഞു തന്നിട്ട് അത് പ്രകാരമുള്ള സെൻറ്റൻസസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കുറച്ച് വാക്യങ്ങൾ പറഞ്ഞു തന്നാൽ നിങ്ങളത് വായിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉപയോഗം വരുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഈ ഫ്രേസ് ഓർമ്മ വരും. അപ്പോൾ ഇന്ന് ഞാൻ ആലോചിക്കുന്നത് നിങ്ങളത് ചെയ്യേണ്ടതായിരുന്നു. ഒരു കർത്തവ്യ നിർവഹണം, അതായത് നമ്മുടെ ഒരു കർത്തവ്യമാണ്, അത് നമ്മൾ ചെയ്യേണ്ടതായിരുന്നു, നമ്മുടെ ഡ്യൂട്ടി, അത് ചെയ്യേണ്ടതായിരുന്നു എന്നെങ്ങനെ പറയും? നീ ചെറുപ്പകാലത്ത് കുറച്ചുകൂടി പഠിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ നീ ചെറുപ്പകാലത്ത് മാതാപിതാക്കന്മാരോട് കൂടുതൽ ആദരവ് കാണിക്കേണ്ടതായിരുന്നു, കൂടുതൽ ബഹുമാനം കാണിക്കേണ്ടതായിരുന്നു. അതിൽ ഉപയോഗിക്കേണ്ട ഫ്രേസ് എന്താണെന്ന് വെച്ചാൽ ഷുഡ് ഹാവ്. ഐ ഷുഡ് ഹാവ് സ്റ്റഡീഡ് മോർ ഫോർ മൈ എക്സാംസ്. ഞാൻ എൻ്റെ പരീക്ഷയ്ക്ക് കൂടുതൽ പഠിക്കേണ്ടതായിരുന്നു. They should have looked after their grandparents more. അവർ അവരുടെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കൂടുതൽ നോക്കേണ്ടതായിരുന്നു. He should have tried to write for the civil service examination. അവൻ സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ ശ്രമിക്കേണ്ടതായിരുന്നു. She should have joined her parents for the tour. അവൾ ടൂറിന് വേണ്ടി അവളുടെ അച്ഛനമ്മമാരോടൊപ്പം ചേരേണ്ടതായിരുന്നു. They should not have made fun of his poverty. അവർ അവൻ്റെ ദാരിദ്ര്യത്തിനെ കളിയാക്കാൻ പാടില്ലാത്തതായിരുന്നു. You should not have tried to jump over that fence. നീ ആ വേലിയുടെ മുകളിൽ കൂടി ചാടാൻ ശ്രമിക്കേണ്ടായിരുന്നു. Should not have tried. He should not have discontinued his studies. അവൻ അവൻ്റെ പഠിത്തം ഇടയ്ക്ക് വെച്ച് നിർത്താൻ പാടില്ലായിരുന്നു. We should not have misbehaved with our teachers. നമ്മൾ നമ്മുടെ അധ്യാപകരായിട്ട് മോശമായിട്ട് പെരുമാറാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഷുഡ് ഹാവ്, ഷുഡ് നോട്ട് ഹാവ്, അങ്ങനെയാണ് ഉപയോഗിക്കുക. ഇത് വേറൊരു കാര്യം കൂടി ഇതിൽ ശ്രദ്ധിച്ചോളൂ. ഐ എന്ന് പറയുമ്പോൾ മൈ. ഐ ഷുഡ് ഹാവ് റിട്ടൺ മൈ civil service. He should have done his duty. They should have done their job. He should have done his work. She should have done her job. അത് അങ്ങനെ മാറും. ഐ എന്ന് പറയുമ്പോൾ മൈനായി ഓർ മൈ. ഹി എന്ന് പറയുമ്പോൾ ഹിസ്. ഷീ എന്ന് പറയുമ്പോൾ ഹെർ. വി എന്ന് പറയുമ്പോൾ അവർ. ദേ എന്ന് പറയുമ്പോൾ ദേർ. അതും കൂടി ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഈ ഷുഡ് ഹാവ് എന്ന് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതിൻ്റെ അർത്ഥം നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. അത് ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും മുകളിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കൂ.
ഇനി നമുക്ക് നമ്മുടെ ടെൻസസിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വി ആണ്, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ. അതിൽ നമുക്ക് കുറച്ച് 2 വാക്ക് ഞാൻ എടുത്ത് ഇവിടെ കാണിച്ചു തരാം. ആദ്യത്തെ വാക്ക് ഹൈഡ്. ഹൈഡ് എന്ന് പറഞ്ഞാൽ ഒളിക്കുകയുമാവാം ഒളിപ്പിക്കുകയുമാവാം. മലയാളത്തിൽ നമ്മൾ ഒളിക്കുക, ഞാൻ എൻ്റെ പുസ്തകം ഒളിച്ചു വെച്ചു, ഇല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ചു, രണ്ടും പറയുമല്ലോ. ഞാൻ ഒളിച്ചു എന്ന് പറയാം, ഞാൻ ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയില്ല. ഞാൻ മതിലിന് പിന്നിൽ ഒളിച്ചു നിന്നു, ഞാൻ അവനെ മതിലിൻ്റെ പിന്നിൽ ഒളിപ്പിച്ചു നിർത്തി. അങ്ങനെ 2 വിധത്തിൽ വരും. അത് രണ്ടിനും ഇംഗ്ലീഷിൽ ഹൈഡ് എന്നാണ് പറയുക. അത് വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാം. ആദ്യം സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്താണ്? ഹൈഡ് എന്നുള്ളതിനെ പാസ്റ്റ് ടെൻസ് ഹിഡ്, HID, ഹിഡ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് വി എന്ന് വെച്ചിട്ട് വി ഹിഡ് അവർ ബുക്സ് ഇൻ അനദർ റൂം. വി ഹിഡ് അവർ ബുക്സ് ഇൻ അനദർ റൂം. ഞങ്ങൾ ഞങ്ങളുടെ പുസ്തകങ്ങൾ മറ്റൊരു മുറിയിൽ ഒളിപ്പിച്ചു വെച്ചു. അത് ഇപ്പോഴാണെങ്കിൽ വി ഹൈഡ് അവർ ബുക്സ് ഇൻ എ ഡിഫറെൻറ്റ് റൂം, അല്ലെങ്കിൽ വി ഹൈഡ് അവർ ബുക്സ് ഇൻ അനദർ റൂം. ഞങ്ങൾ ഞങ്ങളുടെ പുസ്തകങ്ങൾ മറ്റൊരു റൂമിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നു. ഫ്യൂച്ചർ ആണെങ്കിൽ, ഭാവിയാണെങ്കിൽ വി വിൽ ഹൈഡ് അവർ ബുക്സ് ഇൻ അനദർ റൂം. അപ്പോൾ സിമ്പിളിൽ 3 കണ്ടു. വി ഹിഡ് അവർ ബുക്സ് ഇൻ അനദർ റൂം, വി ഹൈഡ് അവർ ബുക്സ് ഇൻ അനദർ റൂം, വി വിൽ ഹൈഡ് അവർ ബുക്സ് ഇൻ അനദർ റൂം. അപ്പോൾ വി എന്ന് വരുമ്പോൾ അവറാണ്, അവർ ബുക്സ്, വി ആൻഡ് അവർ ബുക്സ്, വി അവേഴ്സ്. ഇനി കണ്ടിന്യൂസ് നോക്കാം. വി വർ ഹൈഡിങ് അവർ ബുക്സ് ഇൻ അനദർ റൂം. ഞങ്ങൾ ഞങ്ങളുടെ പുസ്തകങ്ങൾ മറ്റൊരു മുറിയിൽ ഒളിപ്പിക്കുകയായിരുന്നു. ഇവിടെ ഒളിപ്പിക്കുക എന്നാണ്. വി ഹൈഡ് ദ ബുക്സ് പറയുമ്പോൾ ഒളിപ്പിക്കുക എന്നാണ്, ഒളിക്കുക എന്നല്ല. നമ്മുടെ പുസ്തകങ്ങളെ ഒളിപ്പിക്കണം. നമ്മൾ തന്നെ ഒളിക്കുകയാണെങ്കിൽ അപ്പോഴും വി ഹൈഡ് അവർ സെൽസ് എന്നാവും. ആ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ വി വർ ഹൈഡിങ് അവർ ബുക്സ് ഇൻ അനദർ റൂം. ഇപ്പോൾ ആണെങ്കിൽ വി ആർ ഹൈഡിങ് അവർ ബുക്സ് ഇൻ അനദർ റൂം. ഫ്യൂച്ചർ വി വിൽ ബി ഹൈഡിങ് അവർ ബുക്സ് ഇൻ അനദർ റൂം. അപ്പോൾ വി വേർ ആണ്, അത് ശ്രദ്ധിക്കണം. ഐ വാസ്, ഇവിടെ വി വേർ. ഐ ആം എന്നുള്ളിടത്ത് വി ആർ. ബട്ട് ഐ ഹൈഡ്, വി ഹൈഡ്. അവിടെ ഐയും വിയും പ്ലൂറലായിട്ട് വരും. നേരെ മറിച്ചിട്ട് പാസ്റ്റ് ടെൻസിൽ ഐ വാസ്, വി വേർ. പ്രസന്റ് ടെൻസിൽ ഐ ആം, വി ആർ. പക്ഷേ വിൽ ബി എല്ലാറ്റിലും സെയിം ആണ്. ഐ വിൽ ബി, വി വിൽ ബി. ഐ വിൽ, വി വിൽ, ഐ വിൽ ബി, വി വിൽ ബി. ഒരു വാക്കും കൂടി നമുക്ക് ഇവിടെ എടുക്കാം. ബൈ. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുക. അതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ബോട്ട്, BOUGHT, ബോട്ട്. വി ബോട്ട് ദിസ് ക്രിക്കറ്റ് ബാറ്റ് ഫ്രം ദ മാർക്കറ്റ്. ഞങ്ങൾ മാർക്കറ്റിൽ നിന്നും ഈ ക്രിക്കറ്റ് ബാറ്റ് വാങ്ങിച്ചു. പ്രസന്റ് ടെൻസ് വി ബൈ അവർ ക്രിക്കറ്റ് ബാറ്റ്സ് ഫ്രം ദ മാർക്കറ്റ്. ഞങ്ങൾ ഞങ്ങളുടെ ക്രിക്കറ്റ് ബാറ്റുകൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നു, അങ്ങാടിയിൽ നിന്നും വാങ്ങിക്കുന്നു. വി ബൈ അവർ ക്രിക്കറ്റ് ബാറ്റ്സ് ഫ്രം ദ മാർക്കറ്റ്. പിന്നെ ഫ്യൂച്ചർ, ഭാവി, വി വിൽ ബൈ അവർ ക്രിക്കറ്റ് ബാറ്റ്സ് ഫ്രം ദ മാർക്കറ്റ്. ഞങ്ങൾ ഞങ്ങളുടെ ക്രിക്കറ്റ് ബാറ്റുകൾ അങ്ങാടിയിൽ നിന്നും വാങ്ങിക്കും. കണ്ടിന്യൂസ് ആകുമ്പോൾ വി വേർ ബൈയിങ് അവർ ക്രിക്കറ്റ് ബാറ്റ്സ് ഫ്രം ദ മാർക്കറ്റ്. ഞങ്ങൾ മാർക്കറ്റിൽ നിന്നും ബാറ്റുകൾ വാങ്ങിക്കുകയായിരുന്നു. പക്ഷെ അവിടെ ഒരു സംഭവം കൂട്ടിച്ചേർത്താലേ അത് ശരിക്കുള്ളൊരു വാക്കാവുള്ളൂ. അപ്പോൾ എന്ത് വേണം? വി വേർ ബൈയിങ് അവർ ക്രിക്കറ്റ് ബാറ്റ്സ് ഫ്രം ദ മാർക്കറ്റ് വെൻ യു കോൾഡ് മീ ഓവർ ഫോൺ. നീ എന്നെ ഫോണിൽ വിളിച്ച സമയത്ത് ഞങ്ങൾ ക്രിക്കറ്റ് ബാറ്റുകൾ വാങ്ങിക്കുകയായിരുന്നു അങ്ങാടിയിൽ നിന്ന്. ഇപ്പോഴാണെങ്കിൽ വി ആർ ബൈയിങ് ക്രിക്കറ്റ് ബാറ്റ്സ് ഫ്രം ദ മാർക്കറ്റ്. അത് മിക്കവാറും ഫോണിൽ വിളിക്കുകയാണ് വെച്ചാൽ വി ബൈ ക്രിക്കറ്റ് ബാറ്റ്സ് ഫ്രം ദ മാർക്കറ്റ് എന്ന് പറയില്ല. വി ബൈ ക്രിക്കറ്റ് ബാറ്റ്സ് ഫ്രം ദ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് വരുന്നതാണ്. ഞങ്ങളെ എന്നും ക്രിക്കറ്റ് ബാറ്റുകൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നു. ഇവിടെ ഫോണിൽ വിളിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് നീ പറഞ്ഞാൽ ഐ ബൈ എന്ന് പറയില്ലേ, അവിടെ വി ആർ ബൈയിങ് ക്രിക്കറ്റ് ബാറ്റ്സ് ഫ്രം ദ മാർക്കറ്റ്. സിമിലർലി ഭാവി വി വിൽ ബി ബൈയിങ് ക്രിക്കറ്റ് ബാറ്റ്സ്
ഫ്രം ദ മാർക്കറ്റ് ഇൻ ദ നെക്സ്റ്റ് സീസൺ. അടുത്ത സീസണിലും ക്രിക്കറ്റ് ബാറ്റ് മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കുക. അപ്പോൾ രണ്ട് വേർബ്സ് ഞാൻ പറഞ്ഞു തന്നു. ഇനി ഞാൻ കുറേ വേർബ്സ് ഒരു ലിസ്റ്റായിട്ട് തരാം, അത് വായിച്ചു തരാം. അതനുസരിച്ചിട്ട് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കൂ. തീർച്ചയായിട്ടും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഷുഡ് ഹാവ് ആണ് ഞാൻ ഈ എപ്പിസോഡിൽ പറഞ്ഞ്. ഷുഡ് ഹാവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഷുഡ് ഹാവ് എന്ന് പറയുക. നമ്മുടെ ഒരു കർത്തവ്യം, ഒരു ഡ്യൂട്ടി ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ പാസ്റ്റ് ടെൻസിൽ ഷുഡ് ഹാവ് ഡൺ ഇറ്റ്, ഐ ഷുഡ് ഹാവ് ഡൺ ഇറ്റ്, ഐ ഷുഡ് ഹാവ് പ്ലേഡ്, അങ്ങനെയാണ് ഷുഡ് ഹാവ് വരിക. ഇനി അടുത്ത എപ്പിസോഡിൽ ഇതുമാതിരി വേറൊരു ഫ്രേസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഫ്രേസസ് വരുന്ന എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ അത് വെച്ചിട്ട് വാക്കുകൾ കുറേ എണ്ണം വായിച്ച് മനപ്പാടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ പദപ്രയോഗം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ കുറച്ച് വേർഡ്സ് തരാം, അത് നിങ്ങൾ നല്ലോണം വായിക്കൂ, മനസ്സിലാക്കൂ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 10 പുതിയ വേർബ്സ് തരികയാണ്. 2 എണ്ണം ഓൾറെഡി തന്നു കഴിഞ്ഞു. ഇനി ഒരു 10 എണ്ണം ഏതൊക്കെയാണെന്ന് നോക്കാം. വിരിക്കുക, ലേ, ലേറ്റ്, ലേയിങ്. ഈ ടൈൽസ് നിലത്ത് പതിക്കുക ഒക്കെ ചെയ്യില്ലേ, പതിക്കുക എന്നും പറയാം. പറക്കുക, നമ്മൾ വിമാനത്തിൽ പറക്കണോ അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഫ്ലൈ, ഫ്ലൂ, ഫ്ലൈങ്. നീന്തുക, സ്വിം, സ്വാം, സ്വിമ്മിങ്. ഓടിക്കുക, കാർ ഓടിക്കുക, അതിനൊക്കെ ഡ്രൈവ്, ഡ്രോവ്, ഡ്രൈവിങ്. കളിക്കുക, പ്ലേ, പ്ലേഡ്, പ്ലേയിങ്. ആലോചിക്കുക, തിങ്ക്, തോട്ട്, തിങ്കിങ്. കൊണ്ടുവരിക, ബ്രിങ്, ബ്രോട്ട്, ബ്രിങ്ങിങ്. ഉറങ്ങുക, സ്ലീപ്പ്, സ്ലെപ്റ്റ്, സ്ലീപ്പിംഗ്. തുറക്കുക, ഓപ്പൺ, ഓപ്പൺഡ്, ഓപ്പണിംഗ്. അടയ്ക്കുക, ക്ലോസ്, ക്ലോസ്ഡ്, ക്ലോസിംഗ്. ഞാൻ കുറച്ചെണ്ണത്തിന് പറഞ്ഞു തരാം. ആദ്യം ലേ. വി ലേഡ് ടൈൽസ് ഓൺ ദ ഫ്ലോർ യെസ്റ്റർഡേ. ഇന്നലെ നമ്മൾ നിലത്ത് ടൈൽസ് പതിച്ചു. വി ലേ ടൈൽസ് ഇൻ ഹൗസസ് ഫോർ എ ലിവിങ്. ജീവിക്കാനായിട്ട് നമ്മൾ വീടുകളിൽ ടൈൽസ് പതിക്കുന്നു. വി വിൽ ലേ ടൈൽസ് ടുമോറോ. നാളെ ഞങ്ങൾ ഓടുകൾ പതിക്കും. ഇനി നമുക്ക് കണ്ടിന്യൂസ് എന്താണ്? കണ്ടിന്യൂസിൽ ലേയിങ്. വി വർ ലേയിങ് ടൈൽസ് ഓൺ ദ ഫ്ലോർ യെസ്റ്റർഡേ. ഇന്നലെ ഞങ്ങൾ ടൈൽസ് നിലത്ത് പതിക്കുകയായിരുന്നു. വി ആർ ലേയിങ് ടൈൽസ് ഓൺ ദ ഫ്ലോർ നൗ. ഇപ്പോൾ നമ്മൾ നിലത്ത് ടൈൽസ് പതിക്കുകയാണ്. വി വിൽ ബി ലൈയിങ് ടൈൽസ് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച ഞങ്ങൾ ടൈൽസ് പതിക്കുന്നതായിരിക്കും. അടുത്തത് ഫ്ലൈ എന്നുള്ളത്. വി ഫ്ലൂ ടു ലണ്ടൻ യെസ്റ്റർഡേ. വി ഫ്ലൈ ടു ലണ്ടൻ ടുഡേ. ഇന്നലെ ഞങ്ങൾ ലണ്ടനിലേക്ക് പറന്നു. ഇന്ന് ഞങ്ങൾ ലണ്ടനിലേക്ക് പറക്കുകയാണ്. വി വിൽ ഫ്ലൈ ടു ലണ്ടൻ ടുമോറോ. നാളെ ഞങ്ങൾ ലണ്ടനിലേക്ക് പറക്കും. അത് കഴിഞ്ഞാൽ വി വർ ഫ്ലൈയിങ് ടു ലണ്ടൻ യെസ്റ്റർഡേ അറ്റ് 2 o'clock. ഇന്നലെ 2 മണിക്ക് ഞങ്ങൾ ലണ്ടനിലേക്ക് പറക്കുകയായിരുന്നു. വി ആർ ഫ്ലൈയിങ് ടു ലണ്ടൻ റൈറ്റ് നൗ. ഇപ്പോൾ ഞങ്ങൾ ലണ്ടനിലേക്ക് പറക്കുകയാണ്. അതായത് പ്ലെയിനിലിരുന്നിട്ട് പറയുന്ന മാതിരി. വി വിൽ ബി ഫ്ലൈയിങ് ടു ലണ്ടൻ ടുമോറോ. നാളെ ഞങ്ങൾ ലണ്ടനിലേക്ക് പറക്കുന്നതായിരിക്കും. അതുമാതിരി വി സ്വാം അക്രോസ് ദ സ്ട്രെയ്റ്റ്സ് ടു എസ്കേപ്പ്. രക്ഷപ്പെടാനായിട്ട് നമ്മൾ കടലിടുക്കിൽ കൂടെ അങ്ങോട്ട് നീന്തി രക്ഷപ്പെട്ടു. വി സ്വിം എവ്രി ഡേ ഇൻ ദ റിവർ. ഞങ്ങൾ എല്ലാ ദിവസവും പുഴയിൽ നീന്തുന്നു. വി വിൽ സ്വിം അക്രോസ് ദ റിവർ ടു എസ്കേപ്പ്. നമ്മൾ രക്ഷപ്പെടാനായി പുഴ കടന്ന് നീന്തും. വി വർ സ്വിമ്മിങ് അക്രോസ് ദ സ്ട്രീറ്റ്സ് യെസ്റ്റർഡേ. ഇന്നലെ ഞങ്ങൾ സ്ട്രീറ്റ്സ് നീന്തി കടക്കുകയായിരുന്നു. വി ആർ സ്വിമ്മിങ് എവ്രി ഡേ ഇൻ ദ റിവർ. അത് വി സ്വിം എവ്രി ഡേ ഇൻ ദ റിവർ എന്നുള്ള മാതിരി വി ആർ സ്വിമ്മിങ് എവ്രി ഡേ ഇൻ ദ റിവർ. നമ്മൾ എല്ലാ ദിവസവും പുഴയിൽ കുളിക്കുകയാണ് എന്ന് പറയാം. പിന്നെ വി വിൽ ബി സ്വിമ്മിങ് ഇൻ ദ റിവർ ടുമോറോ ഓൾസോ. ഞങ്ങൾ പുഴയിൽ നാളെയും നീന്തുന്നതായിരിക്കും. വി ഡ്രോവ് ടു ചെന്നൈ ടു വാച്ച് ദ മാച്ച്. ഞങ്ങൾ ചെന്നൈയിലേക്ക് കാർ ഓടിച്ചു പോയി. ഡ്രോവ് എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്തു, ഓടിച്ചു. ചെന്നൈയിലേക്ക് ഓടിച്ചു കളി കാണാനായിട്ട്. വി ഡ്രൈവ് ടു വർക്ക് എവ്രി ഡേ. എല്ലാ ദിവസവും ഞങ്ങൾ ജോലിക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നു. വി വിൽ ഡ്രൈവ് ഡൗൺ ടു യുവർ പ്ലേസ് ദിസ് വീക്കെൻഡ്. ഈ വാരാന്ത്യം ഞങ്ങൾ
നിൻ്റെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് വരാം. പിന്നെ കണ്ടിന്യൂസ്. വി were driving to Chennai when you called us. നീ ഞങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങൾ ചെന്നൈയിലേക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വി ആർ ഡ്രൈവിംഗ് ടു ചെന്നൈ റൈറ്റ് നൗ. ഇപ്പോൾ ഞങ്ങൾ ചെന്നൈയിലേക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വി വിൽ ബി ഡ്രൈവിംഗ് ടു ചെന്നൈ ടു വാച്ച് ദ മാച്ച്. കളി കാണാനായിട്ട് ഞങ്ങൾ ചെന്നൈയിലേക്ക് കാർ ഓടിച്ച് പോകുന്നതായിരിക്കും. പ്ലേ. വി പ്ലേഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ. ഇന്നലെ ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചു. വി പ്ലേ ക്രിക്കറ്റ് എവ്രി ഈവനിങ്. എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നു. എല്ലാ വൈകുന്നേരവും ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നു. വി വിൽ പ്ലേ ക്രിക്കറ്റ് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കും. പിന്നെ കണ്ടിന്യൂസ്. വി വർ പ്ലേയിങ് ക്രിക്കറ്റ് യെസ്റ്റർഡേ. ഇന്നലെ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. അതിനെ ഒരു സബ്ജക്റ്റ് ആഡ് ചെയ്യാം. വെൻ യു കോൾഡ് ഓർ വെൻ ഇറ്റ് റെയിൻഡ്, അങ്ങനെ എന്തെങ്കിലും പറയാം. വി ആർ പ്ലേയിങ് ക്രിക്കറ്റ് നൗ. ഇപ്പോൾ ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വി വിൽ ബി പ്ലേയിങ് ക്രിക്കറ്റ് നെക്സ്റ്റ് വീക്ക് ഓൾസോ. അടുത്ത ആഴ്ചയും ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നതായിരിക്കും. ഇത്രയും ഞാൻ എക്സാമ്പിൾസ് പറഞ്ഞു. ഇനി ബാക്കിയുള്ള വേർബ്സ് നിങ്ങൾ സ്വന്തമായിട്ട് ഇതേപോലെ ആലോചിച്ച് ചെയ്യൂ. അടുത്ത പ്രാവശ്യം മുതൽ നമുക്ക് ഒരു റിവേഴ്സായിട്ട് നമുക്ക് നോക്കാം. അതായത് മലയാളത്തിൽ ആദ്യം പറഞ്ഞിട്ട് അതിനെ ഇംഗ്ലീഷിൽ എങ്ങനെ ആക്കാം എന്നുള്ള രീതി നമുക്കൊന്ന് അടുത്ത പ്രാവശ്യം പരിശ്രമിച്ച് നോക്കാം. നിങ്ങൾ ഈ വാക്കുകളും ഈ പ്രയോഗങ്ങളും നല്ലവണ്ണം മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. പിരിയുന്നതിന് മുൻപ് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഡോണ്ട് ഫോർഗെറ്റ് ടു വെയർ യുവർ മാസ്ക്. വാഷ് യുവർ ഹാൻഡ്സ് ഫ്രീക്വൻ്റ്ലി വിത്ത് സോപ്പ്. കീപ് എ സേഫ് സോഷ്യൽ ഡിസ്റ്റൻസ്. സ്റ്റേ ഫിറ്റ്, സ്റ്റേ ഹെൽത്തി, and keep smiling all the time. Bye.